ഇനി കേരളം ഞെട്ടാതെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ കേൾക്കാൻ പോകുന്ന വാർത്തകളിലൊന്നാണ് മകൻ്റെ ആക്രമണത്തിൽ അച്ഛൻ മരിച്ചു, മകൻ്റെ ആക്രമണത്തിൽ അച്ഛനും അമ്മയും മരിച്ചു, മകൻ്റെ ആക്രമണത്തിൽ മുത്തശ്ശിയും അമ്മയും അച്ഛനും മരിച്ചു, അല്ലെങ്കിൽ മുത്തശ്ശനും മരിച്ചു. ഈ വാർത്തകൾ കേട്ട് ഇനി നടുക്കമില്ലാതെ ഞെട്ടലില്ലാതെ കേരളം ഉണരേണ്ടി വരുന്ന സാഹചര്യത്തിലാണ്. അതിൻ്റെ പിന്നിൽ വ്യാപകമാകുന്ന ലഹരിയും ജീവിത നിയന്ത്രണങ്ങൾ പുനർനിർവചിക്കപ്പെട്ട് എങ്ങോട്ടോ സഞ്ചരിക്കുന്ന ദിശാബോധം തെറ്റിയ കൗമാരവും എല്ലാം കൂടി ചേർന്ന് ഒരു കുരുതിക്കളം ഒരുങ്ങുകയാണ് കേരളത്തിൽ. കഴിഞ്ഞ 4-5 ദിവസങ്ങളിലെ വാർത്തകളിലൂടെ നിങ്ങളൊന്ന് പരിധി നോക്കിയാൽ ഇപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാർഡുകളടക്കം എൻ്റെ ഓർമ്മയിൽ 1/2 ഡസനോളമെങ്കിലും സമാനമായ വാർത്തകളുണ്ട്. ഓർക്കേണ്ടത്, മരിക്കുന്ന വാർത്തകൾ മാത്രമാണ് സർഫസ് ചെയ്യുന്നത്. അടിക്കുന്നതും അടികൊണ്ട് നിശബ്ദമായി കഴിയുന്നവരും നിസ്സഹായരായി കഴിയുന്നവരുടെയും രക്ഷകർത്താക്കളെ നമ്മൾ ഈ എണ്ണത്തിൽ കൂട്ടിയിട്ടില്ല. ഇവരെ ഒന്നും ശിക്ഷിക്കാൻ നിയമവ്യവസ്ഥയ്ക്ക് മതിയായ സൗകര്യങ്ങളും ജയിലറകളും ഉണ്ടാകുന്നില്ലെങ്കിൽ ഇവരുടെ അക്രമത്തിൽ നിന്ന് രക്ഷകർത്താക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സ്നേഹ ജയിലറകളെന്നോ ശിഷ്ടകാല ജീവിത ജയിലറകളെന്നോ പറയുന്ന ഇടങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒന്ന് സർക്കാർ പ്രഖ്യാപിച്ചാൽ കേരളത്തിൽ കുറഞ്ഞത് ഒരു 10,000 പേരെങ്കിലും ആ ജയിലുകളിലേക്ക് അപേക്ഷ നൽകുമെന്നുള്ളത് ഉറപ്പാണ്. ഞാനിത് സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ജാതിയും മതവും മറ്റുമൊക്കെ തിരഞ്ഞ് ആരോഗ്യവും നല്ല ജീവിതവും ഒക്കെയുള്ള മനുഷ്യരെ പോലും വൈരുദ്ധ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വേലിക്കെട്ടുകളിലേക്ക് തള്ളിവിടുമ്പോൾ ഇവിടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു പ്രതലത്തെ അസ്ഥിരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത് പണ്ട് കേരളത്തിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു. നമ്മളൊക്കെ ആ വാർത്ത എടുത്തു വെച്ച് ചെയ്യുമായിരുന്നു. അതായത് മകൻ അച്ഛനെ അടിക്കുന്നു, അല്ലെങ്കിൽ മകൻ അച്ഛനെ കൊല്ലുന്നു, അല്ലെങ്കിൽ മകൻ അച്ഛനെയും അമ്മയെയും കൊല്ലുന്നു. ഇതൊക്കെ വളരെ വാർത്താ പ്രാധാന്യമുള്ള സംഗതികളാണെങ്കിൽ ഇന്നിത് സാമാന്യവൽക്കരിക്കപ്പെട്ട വാർത്തകളിലേക്ക് മടങ്ങുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇടുക്കിയിൽ ഒരു മകൻ അതിക്രൂരമായി അമ്മയെയും അച്ഛനെയും കൊന്നത്. എന്നിട്ട് അതിൻ്റെ ചിത്രങ്ങളടക്കം വീഡിയോ എടുത്ത് എല്ലാവരെയും കാണിക്കുകയും പലർക്കും അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത്തരത്തിലുള്ള മക്കൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാവുമ്പോൾ അത് തിരിച്ചറിയുന്ന നിമിഷം തന്നെ അതിൻ്റെ ഏറ്റവും കഠിനമായ പ്രതിരോധത്തിലേക്ക് നീങ്ങേണ്ടതിന് പകരം അടക്കിയും ഒതുക്കിയും ആരും അറിയിക്കാതെയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയി പിന്നെ അറിയിച്ചാലും ഇതിനൊക്കെ ആര് വരാനാണ്? ഏത് ബന്ധുക്കളാണ്? ഏത് സമുദായമാണ്? ഏത് നാട്ടുകാരാണ്? ഒന്നുമില്ലാത്തൊരു സ്ഥിതിയാണ്. ശരിക്കും കേരളം നിസ്സഹായമായി നിൽക്കുന്നത് ജോലിയുടെ വിഷയത്തിലോ സാമ്പത്തിക പ്രതിസന്ധിയിലോ ഒന്നുമല്ല. അതിനൊക്കെ മുന്നോട്ട് മുറിച്ചു കടക്കാൻ പല മാർഗങ്ങൾ മുന്നിൽ വന്നേക്കും. കേരളം പ്രതിസന്ധിയിൽ നിൽക്കുന്നത് സത്യത്തിൽ ഇത്തരമൊരു സന്ദർഭത്തിലാണ്. ഇതിനുള്ള പരിഹാരം, ഇതിനുള്ള ഒരു ഉത്തരം സമൂഹം കണ്ടെത്തിയില്ലെങ്കിൽ ഒരു വലിയ കെടുതിയിലേക്ക്, വലിയ ഭീകരാവസ്ഥയിലേക്ക് ഈ സമൂഹം പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. തൂഫാനും മറ്റുള്ളതുമൊക്കെ ഒരു വശത്ത് നടക്കുന്ന ഒരു വലിയ സമുദ്രത്തോളമുള്ള വിഷയത്തെ ഒരു ബക്കറ്റിൽ വെള്ളം കോരി കളയുന്നതിൻ്റെ അത്രയും ഇമ്പാക്റ്റോളമേ ഉണ്ടാകൂ എന്ന് പ്രതീക്ഷിക്കാൻ തരമുള്ളൂ. അതിനപ്പുറത്ത് വലിയ ഒരു സാമൂഹിക ബഹുജന മുന്നേറ്റവും നിയമനിർമ്മാണവും അടക്കമുണ്ടാകേണ്ടതുണ്ട്. ഇത്തരം ആളുകളെ വളരെ കഠിനമായി ഈ കെമിക്കൽ അഡിക്ഷന് ഉടമപ്പെടുന്നവരെ ചികിത്സിക്കാനും ജയിലിലടയ്ക്കാനും പ്രത്യേക ജയിൽ സംവിധാനം തന്നെ ഈ രാജ്യത്ത് തുടങ്ങേണ്ടിയിരിക്കുന്നു. എത്രയോ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്ഥലമാണ് കാട് പിടിച്ച് കിടക്കുന്നത്. അതൊക്കെ ഒരു നിയമനിർമ്മാണത്തിലൂടെ ഏറ്റെടുത്ത് ഇവനെയൊക്കെ അതിനുള്ളിലിട്ട് ഒരുപക്ഷെ 1 വർഷമോ 2 വർഷമോ കിടത്തി കഴിയുമ്പോൾ കുറച്ചൊക്കെ മരിച്ചു പോയതിൻ്റെ ബാക്കി കിട്ടുന്നതിനെ സമൂഹത്തിലേക്ക് ഇറക്കി ഒന്നിനുമല്ലാതെ ഷണ്ണീകരിച്ചെങ്കിലും പുറത്തേക്ക് ഇറക്കി വിടുന്ന ഒരു സാമ്പ്രദായിക രീതി ഉണ്ടായില്ലെങ്കിൽ കെടുതിയാണ്, യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്.